വിശ്വാസികളെ, നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം അഥവാ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്ന സുവിശേഷ ഭാഗമാവുന്ന പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് അല്പം ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായി, ഇടുങ്ങിയ വാതിലിലൂടെയുള്ള രക്ഷയുടെ വഴി. പൗരസ്ത്യ വിശ്വാസത്തിൽ ഇടുങ്ങിയ വഴി ക്രൂശിൻ്റെ വഴിയാണ്. ക്രിസ്തുവിൻ്റെ വഴി സുഖസൗകര്യത്തിൻ്റെ വഴിയല്ല, മറിച്ച് ത്യാഗത്തിൻ്റെ വഴിയാണ്. പശ്ചാത്താപം, ഉപവാസം, പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ദൈവകൽപ്പനകൾ അനുസരിക്കൽ എന്നിവയിലൂടെ നടന്നു പോകുന്ന ഒരു ആത്മീയ യാത്ര. സഭാപിതാക്കന്മാരുടെ വാക്കുകൾ പറഞ്ഞാൽ ഇടുങ്ങിയ വാതിൽ എന്നത് ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ്. 16-ാമത്തെ വാക്യവുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ചിന്ത. നല്ല വൃക്ഷത്തിൻ്റെ ഫലവും ദുഷ്ടവൃക്ഷത്തിൻ്റെ ഫലവും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഫലം എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ ക്ഷമിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ സ്നേഹിക്കണം, ക്രിസ്തുവിനെ വിളിക്കുന്നവൻ ക്രിസ്തുവിനെ പോലെ ജീവിക്കണം. പരിശുദ്ധനായ പരുമല തിരുമേനിയും പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയും തങ്ങളുടെ ജീവിതത്തിൽ കൂടി ലാളിത്യം, സ്നേഹം, പ്രാർത്ഥന എന്നിവ കൊണ്ട് നല്ല ഫലങ്ങൾ നൽകിയ വൃക്ഷങ്ങൾ പോലെയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ ചിന്ത എന്നുള്ളത് ആത്മീയ അടിസ്ഥാനമുള്ളവരാകുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ വചനങ്ങൾ കേട്ട് അനുസരിക്കുന്നവൻ പാറമേൽ വീട് പണിത് ജ്ഞാനിയെ പോലെയാണ് എന്ന് ക്രിസ്തു പറയുന്നുണ്ടല്ലോ. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പാറ ക്രിസ്തുവാണ് എന്ന. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. പ്രാർത്ഥനയില്ലാത്ത ജീവിതം മണലിന്മേൽ പണിത ഭവനം പോലെയാണ്. 3 ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഏത് വാതിലിലൂടെയാണ് നാം നടക്കുന്നത്? ഏത് അടിസ്ഥാനത്തിന്മേലാണ് നമ്മുടെ ജീവിതമാവുന്ന ഭവനം പണിയപ്പെട്ടിരിക്കുന്നത്? നിൻ്റെ ജീവിതം എന്ന ഫലം എന്താണ് നൽകുന്നത്? പ്രിയമുള്ളവരെ, ഇടുങ്ങിയ വാതിൽ തിരഞ്ഞെടുക്കാം. പാറയായ ക്രിസ്തുവിൽ നമുക്ക് ജീവിതം പണിയാം. അപ്പോൾ മഴയും കാറ്റും വന്നാലും നാം തകർന്നു പോകുകയില്ല. കർത്താവിൻ്റെ കൃപ നമ്മളെ ശക്തിപ്പെടുത്തുമാറാകട്ടെ.